ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞ പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി, എ സയൻസ് ദാറ്റ് സിസ്റ്റമാറ്റിക്കലി സ്റ്റഡീസ് ആൻഡ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഒബ്സർവബിൾ ബിഹേവിയർ and its relationship to unseen mental processes that go on inside the organism and to external events in the environment. അതായത് പെരുമാറ്റവും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന അദൃശ്യമായ മാനസിക പ്രക്രിയകളും അതും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ പരിസ്ഥിതിയിലെ ബാഹ്യ സംഭവങ്ങളുമായിട്ട് അതിൻ്റെ ബന്ധമൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ ഡെഫിനിഷനും സ്കോപ്പും അതിൻ്റെ സിഗ്നിഫിക്കൻസും. അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി വിച്ച് ഇസ് കൺസേൺ വിത്ത് സൈക്കോളജിക്കൽ റിസർച്ചസ് ആസ് അപ്ലൈഡ് ടു എനി ഓർ ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ആൻഡ് പ്രാക്ടീസസ്. ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു പ്രോബ്ലംസ് ലൈക്ക് ലേണിംഗ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് സൈക്കോളജിക്കൽ റീസേർച്ചേഴ്സ് ആണ്, അതായത് ഗവേഷണങ്ങളാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് നമ്മൾ ലേണിംഗ് ടൈമിലും ടീച്ചിങ് ആയാലും ട്രെയിനിങ് ടൈമിലൊക്കെ വരുന്ന പ്രോബ്ലംസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ദ കണ്ടന്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ബേസിക് എലമെൻ്റ് ആയിട്ട് വരുന്നത് ദ ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസസ്, ദ ലേണിംഗ് പ്രോസസ്, ദ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെൻറ്റ്, ദ ടീച്ചർ. ലേണറിൻ്റെ പോർഷനിൽ വരുന്നത്, അതായത് നമ്മൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മളൊരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്, അവരുടെ കപ്പാസിറ്റീസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ഗ്രോത്തും അവരുടെ ഡെവലപ്മെൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് സെലക്ഷൻ ഓഫ് ഡിസൈറബിൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ഫോർ ദ ലേണർ. അതായത് നമ്മളുടെ ലേണർ നമ്മൾ പഠിപ്പിക്കുന്നത് ആരാണോ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസൈറബിൾ ലേണിംഗ് എക്സ്പീരിയൻസസ് സെലക്ട് ചെയ്യുക എന്നുള്ളതിലാണ് ഈ ഒരു പോർഷൻ ഡീൽ ചെയ്യുന്നത്. ലേണിംഗ് പ്രോസസ്സിൽ വരുന്നത് നാച്ചർ ഓഫ് ലേണിങ്ങും അതുപോലെ തന്നെ ഹൗ ഇറ്റ് ടേക്സ് പ്ലേസ്, എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്, അതാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്ലാസ് റൂം ക്ലൈമറ്റ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ടെക്നിക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എൻവിറോൺമെൻറ്റ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ ഒരു എൻവിറോൺമെൻറ്റ്, ആ ഒരു സിറ്റുവേഷൻസ്, അതൊക്കെയാണ് ഈ ലേണിംഗ് സിറ്റുവേഷനിൽ പറയുന്നത്. ദെൻ ദ ടീച്ചറിൽ വരുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻസ്പയർ ഹിം ടു ബിക്കം എ സക്സസ്ഫുൾ ടീച്ചർ. ഒരു സക്സസ്ഫുൾ ടീച്ചറാകാൻ വേണ്ടി എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജീൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സെക്ഷൻ ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്താണ്, അത് നമ്മളൊരു കമ്പാരിസൺ നോക്കാം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരളവിൽ പറയാൻ പറ്റും, ഇയാൾ ഇത്ര വളർന്നു എന്ന് നമുക്കൊരു അളവിൽ, ഒരു കറക്റ്റായിട്ടൊരളവിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. പക്ഷേ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവും ആണ് ക്വാളിറ്റേറ്റീവും ആണ്, രണ്ടും കൂടി ഉള്ളതാണ് നമുക്ക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് കുഡ് ബി ഒബ്ജക്റ്റീവ്ലി ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ്. ഗ്രോത്ത് നമുക്ക് നന്നായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട്, ഒരു അളവുള്ളത് കൊണ്ട് നമുക്കതിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. As development is mainly qualitative, it cannot be measured. It could be assessed through keen observation and behavioral situation. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി അതൊരു ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല. നമുക്കത് ഒരാളുടെ ബിഹേവിയറൽ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഏകദേശം പറയാം എന്നല്ലാതെ കറക്റ്റായിട്ടൊരു അളവ് നമുക്ക് ഡെവലപ്മെൻറ്റിന് പറയാൻ പറ്റില്ല. ഒരാളിൽ ഗ്രോത്ത്, അതായത് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഉണ്ടാവില്ല. ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ മെച്ചുറേഷൻ ഇസ് ഒബ്റ്റെയിൻഡ്. മെച്ചുറേഷൻ എത്തിയതിന് ശേഷം ഒരാളിൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഡെവലപ്മെൻറ്റ് അങ്ങനെയല്ല. അത് പ്യൂബർട്ടിക്ക് ശേഷവും മെച്ചുറേഷൻ എത്തിയതിന് ശേഷവും ഒരാളിൽ ഉണ്ടാവുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അയാളുടെ എല്ലാ മെൻ്റൽ ആക്ടിവിറ്റീസിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതൊരു മെച്ചുറേഷൻ അല്ലെങ്കിൽ പ്യൂബർട്ടി ലെവൽ വരെ മാത്രമുള്ള ഒന്നല്ല ഡെവലപ്മെൻറ്റ്. അടുത്തത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഒരു വശമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് കോംപ്ലെക്സ് ആൻഡ് മെനി സൈഡഡ്. അതായത് പല വശങ്ങളും അതുപോലെ തന്നെ സങ്കീർണമായ ഒന്നാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ഓർഗാനിസം. ഒരു ജീവിയുടെ പല ഭാഗങ്ങളിലും എന്തുണ്ടാവുന്നുണ്ട്, വളർച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നുണ്ട്.
പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഗങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക അവയവങ്ങൾക്കോ വരുന്ന ഒരു മാറ്റമോ വളർച്ചയോ അല്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഹോൾ, ഒരു ഓർഗാനിസത്തിന് ഹോളായിട്ട് വരുന്ന ഒരു ചേഞ്ചിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇസ് നോട്ട് ഡയറക്ഷണൽ. ഗ്രോത്തിന് പ്രത്യേകിച്ചൊരു ഡയറക്ഷൻ ഇല്ല. ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് പ്രോഗ്രസീവ് ആൻഡ് സീക്വൻഷ്യൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വികസനപരവും അതുപോലെ തന്നെ ഒരു സീക്വൻഷ്യൽ ക്രമമുള്ളതുമാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് യൂണിഫോം അല്ല, അതായത് ഒരുപോലെ അല്ല. എല്ലാ ഭാഗങ്ങളും ഓരോ ടൈപ്പിലാണ് വളർച്ച വരുന്നത്. സെയിം ആണ് നമ്മളുടെ ഡെവലപ്മെൻറ്റും അതിൻ്റെ റേറ്റ് ഒരുപോലെ അല്ല, അതായത് ഡെവലപ്മെൻറ്റ് റേറ്റും ഡിഫറെൻ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എക്സിസ്റ്റ് ഇൻ ഗ്രോത്ത് എമംഗ് ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ ഓരോ കുട്ടിയും ഓരോ ടൈപ്പിലാണ് വളർച്ച വരുന്നത്. അത് നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ഓരോ കുട്ടിയിലെയും വളർച്ച ഓരോ ടൈപ്പാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായാലും ഓരോ കുട്ടിയും ഓരോ ടൈപ്പാണ്. ഇമോഷണലായാലും ഇൻ്റലക്ച്വലായാലും സോഷ്യലായാലും ഫിസിക്കലായാലും എല്ലാ കുട്ടികളും ഓരോരുത്തരും ഓരോ ടൈപ്പാണെന്ന് നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ആൻഡ് ഗ്രോത്ത് ഇസ് നോട്ട് അഫക്റ്റഡ് വെരി മച്ച് ബൈ ലേണിംഗ്. അതായത് നമ്മളുടെ ലേണിംഗ് കൊണ്ട് ഗ്രോത്തിന് യാതൊരു ബന്ധവുമില്ല. അത് ഗ്രോത്തിനെ ബാധിക്കുന്ന ഒന്നല്ല പഠനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ലേണിങ്ങും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരാളിലൊരു ഗ്രോത്ത് മേ നോട്ട് ലീഡ് ടു ഡെവലപ്മെൻറ്റ്. അത് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേക്കാം, അല്ലെങ്കിൽ ചിലവരിൽ അത് എത്തിച്ചേക്കാം, ചിലരിൽ അത് ഉണ്ടാവില്ല. ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ വൺ ആസ്പെക്ട് പ്രൊമോട്ട്സ് ഡെവലപ്മെൻറ്റ് ഇൻ അതർ ആസ്പെക്ട്. അതായത് ഒരു വശത്തിലുള്ള വികസനം മറ്റു വശങ്ങളെയും വികസനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇമോഷണൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, മോറൽ ആയിക്കോട്ടെ, എല്ലാം ഒരു വശത്തിൻ്റെ വികസനം ഡെവലപ്മെൻറ്റ് മറ്റൊരു വശത്തെയും ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്രയും സെക്ഷൻസാണ് ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.